ഈ നാല് ഋഷു ഓൻ്റെ ആനക്കാലം ഉമ്മടെ മേത്ത് കൊണ്ട് വെച്ചിക്ക ഓൻ്റെ കാല് മാറ്റത്തിന് ശേഷം എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് കിടക്കൽ നിന്ന് ഇറങ്ങാൻ നിന്നത് നമ്മളെ ബാക്കിൽ നോക്കി റിബു ഒരൊറ്റ ചവിട്ട് ഓൺ ദി സ്പോട്ടിൽ നമ്മൾ നിലത്തെത്തിയ സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് ഈ തെണ്ടി ഷാദി ഉറക്കത്തിൽ നിന്ന് എണീച്ച് നടന്ന് നമ്മളെ മുതുകത്ത് ചവിട്ടിയത്. നിങ്ങളോടൊക്കെ എന്ത് തെറ്റാടാ ഞാൻ ചെയ്തത് പന്നികളെ എന്നവൻ ചോദിച്ചതും ഋഷു വെടികെട്ടിന് തിരി കൊളുത്തി. ഓൻ ഒരൊറ്റ ചിരിയായിരുന്നു. ഞാനും ജിതവും ഋഷുവും ചിരിച്ചു മരിച്ചു. ഉളുപ്പുണ്ടോടാ നാറികളെ നിങ്ങൾക്ക്? ഒരാളിവിടെ പ്രാണവേദന അനുഭവിക്കുമ്പോൾ നിങ്ങളെ വീണവായന ഉളുപ്പുണ്ടോടാ നാറികളെ? അജു വിത്ത് കലിപ്പ്. അച്ചോടാ കുട്ട അനക്ക് പെസ്മായോ? ഇങ്ങോട്ട് വാ, അനക്ക് നമ്മൾ മുമ്മു തരാം. ജിതു വിത്ത് നാണം. ഏ അതെന്താ സാധനം? അജു വിത്ത് സംശയം. മറ്റേതില്ലേ അതാണ് ഉദ്ദേശിച്ചേ. ഇത് ഇങ്ങോട്ട് വാ, അനക്ക് നമ്മൾ തരാം. ജിതു എന്തോന്ന് വാ തുറന്ന് പറയടാ പുല്ലേ, അനക്ക് നമ്മളൊരു കിസ് തരാന്ന്. ഇങ്ങോട്ട് വാ എന്ന്. ജിതു വിത്ത് നാണം. വാ കൊള്ള പന്നി, ഈ ചുമ്മ വെച്ചതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല. അപ്പോൾ അടുത്തത് ഉളുപ്പുണ്ടടാ എനിക്ക് ഉളുപ്പ്. ഒരു സുന്ദരനും സുമുഖനും സർവോപരി സുശീലനുമായ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി കിസ് തരാൻ പറയാ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ അവസാനിച്ചു. ഇത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വാങ്ങി എല്ലാവരും സൈൻ ഇടണം. ടാറ്റ. ഓൻ്റെ പോക്ക് കണ്ട് ഞങ്ങളും തിരിച്ച് ടാറ്റ കൊടുത്ത് പോയ പോലെ തന്നെ തിരിച്ചു വന്ന അജുവിനെ നോക്കി ഞങ്ങൾ പുരികം പൊക്കി. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അവസാനിച്ചു എന്ന് നമ്മൾ പറഞ്ഞു പോയതും ആരും സന്തോഷിക്കേണ്ട. നമ്മളെ അത് വെറുതെ പറഞ്ഞതാട്ടോ നാറികളെ. ഇങ്ങളെ വിട്ട് ഈ ജന്മത്തിൽ ഞാൻ പോവില്ല, നോക്കിക്കോ. അജു വന്ന് വിളിച്ചിട്ട് പറഞ്ഞ് അത് ഞങ്ങൾക്ക് അറിയാം ചെറ്റ്, ഇത് ചത്താലും പ്രേതം വരെയായി വെറുപ്പിക്കുന്ന ടൈപ്പാണെന്ന്. അതുകൊണ്ടല്ലേ എനിക്ക് ടാറ്റ തന്ന് അന്നെ ഞങ്ങൾ വേഗം പറഞ്ഞയച്ചത്. ആ അങ്ങനെ എന്നാ വരി, വിശക്കുന്നുണ്ട്. ടൈം 11:30 കഴിഞ്ഞ്. വേഗം വാ അജു. ഞങ്ങൾ താഴെ എത്തിയപ്പോൾ കണ്ടത് വീട് ഫുള്ള് അലങ്കരിച്ച് വെച്ച് നിൽക്കുന്ന ഉമ്മാസിനെയും ഉപ്പാസിനെയും. മേശമേൽ ജിലുവിൻ്റെയും പിക്ക് വെച്ച ഒരു വലിയ കേക്കും. ആഹാ ബോയ്സ് വന്നല്ലോ. നിങ്ങൾ ഞങ്ങളെ അഭിമാനമാണ് കാത്തത്. ഇവളുമാർ പറയാം ഫസ്റ്റ് എണീച്ച് വരും ഗേൾസ് ആണ് എന്ന്. അപ്പോൾ ഞങ്ങൾ ആണുങ്ങൾ പറഞ്ഞ് ബോയ്സ് ആണ്. അപ്പോൾ ഞങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും ചലഞ്ച് വെച്ച് ഇപ്പം കണ്ടോടി മോയന്തുകളെ ഞങ്ങൾ ആണുങ്ങളെ പവർ എന്ന് ഉപ്പ പറഞ്ഞപ്പോൾ നമ്മളെ കിളി വരെ പോയി. അപ്പോൾ ഉമ്മാസ് അതൊക്കെ പുച്ഛിച്ച് തള്ളി. അല്ല ഗേൾസ് എവിടെ? ഓലെ പോയി നിങ്ങൾ വിളിച്ചുകൊണ്ട് വന്ന അമ്മായി. ഞങ്ങൾ പോയി ഓലെ റൂം തുറന്ന് നോക്കിയതും കണ്ടത് ഓ ഇവരൊക്കെ അവസ്ഥ. ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി ഒരൊറ്റ ചിരിയായിനി. എന്താ റബ്ബെ പറയാ, ഇന്നേ വരെ നിലത്ത് കിടക്കാത്ത നമ്മളെ ജീവ നിലത്ത് വായ വെട്ടിയിട്ട പോലെ കിടക്കുന്നുണ്ട്. ഇതുവരെ പുതപ്പും തലയണയും കിട്ടാതെ ഉറങ്ങാത്ത സച്ചുണ്ട് കട്ടിലിൻ്റെ അടിയിൽ ചുരുണ്ടുകൂടി കിടക്കുന്നു. പിന്നെ ദിലുവും ജിലുവും മീനും ബെഡിൽ നല്ല ഉഷാറായി ചക്ക വെട്ടിയിട്ട പോലെ കിടക്കുന്നു. നമ്മൾ ദിലുവിനെ നോക്കി. ഉറങ്ങുമ്പോൾ എത്ര ക്യൂട്ടാണെന്നറിയോ പെണ്ണ്. നമ്മളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഓളെ എണീപ്പിക്കാൻ പോകാൻ നിന്നതും എൻ്റെ കണക്ക് കൂട്ടൽ തെറ്റിച്ചുകൊണ്ട് ജിതു ഓളെ എടുത്തേക്ക് പോയി. മുഷ്ടി ചുരുട്ടി വെച്ച് രണ്ടെണ്ണം കൊടുക്കാൻ കൈ തരിച്ചു വന്ന് കണ്ണമർത്തി ചിമ്മി തുറന്നു നോക്കിയപ്പോൾ കാണുന്നത് ജിതു ജീവനെ പിടിച്ചെണീപ്പിക്കുന്നതാണ്. അയ്യേ ശശി, അയ്യയ്യേ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ദിലുവിൻ്റെ അടുത്തേക്ക് വിട്ട്. സത്യം പറയാലോ ഇവളമ്മക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇവളാരെങ്കിലും നോക്കുന്നതോ പിടിക്കുന്നതോ കണ്ടാൽ നമുക്ക് കലിപ്പ് ഏത് കൂടെ വരാമെന്നും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? നമുക്കോളോട് ഇഷ്ടമാണോ ദേഷ്യമാണോ നമുക്കറിയില്ല മക്കളെ. ഇങ്ങൾക്കറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ്. ഇല്ല റിബു, നിനക്ക് ഇവളെ ഇഷ്ടമല്ല. ഇനി ഇഷ്ടമാണെങ്കിൽ പോലും നീ ആ പൂതി മാറ്റിയേക്ക്. കാരണം നിന്നെ മാത്രം ഓർത്ത് ഒരു പെണ്ണ് അവിടെ കഴിയുന്നുണ്ട് എന്ന് നീ ഓർക്കണം. അതെ ശരിയാണ്. നമ്മൾ മനസ്സിനെ പലതും പറഞ്ഞു പഠിപ്പിച്ച് ഓൾ അടുത്തേക്ക് പോയി. ദിലു ഡി എനിക്ക് പെണ്ണെ എന്ത് ഉറക്കാണ്? കുറച്ചുകൂടി കഴിയട്ടുമ്മ, നേരം വെളുത്തില്ല. അപ്പോഴേക്കും വെളി തുടങ്ങി. വാ ഉമ്മയും പോരെ, നമുക്ക് ഒപ്പം ഉറങ്ങാം എന്ന് പറഞ്ഞ് ലെവൾ ഉമ്മളെയും വലിച്ച് കെട്ടിപ്പിടിച്ച് അങ്ങ് കിടന്നു. പകച്ചു പോയി ഉമ്മൾ. ഈ തെണ്ടിൻ്റെ വിവരവും പോയ കോപ്പ്. നട്ടുച്ച ആവാൻ സമയമായിക്ക്. എന്നിട്ടപ്പോൾ ഓളെ രാവിലെ കോപ്പ്. ഓൾ ഒന്നുകൂടെ നമ്മളോട് ചേർന്ന് കണ്ടപ്പോൾ സത്യം പറയാലോ നമ്മളില്ലാതായിപ്പോയി. അയ്യേ ഞങ്ങളൊന്നും കണ്ടില്ലേ. എവിടെ നിന്ന് ഈ അശരീരി? ദാണ്ടേ നമ്മളെ ടീംസ് ആടെ നിൽക്കുന്നു. ഉറക്കിൽ നിന്ന് കണ്ണ് തുറക്കാൻ മടിച്ച ജിലുമ്മ വരെ കണ്ണി വിടർത്തി നോക്കുന്നു. തെണ്ടി കണ്ട് പഠിക്കും മനുഷ്യ. ജിലുമ്മ ഋഷുവിനെ തോണ്ടിക്കൊണ്ട് ഓനോളെ തലമണ്ടക്കൊന്ന് കൊടുത്തു. നമ്മളോലെ ദയനീയമായി നോക്കി. സത്യത്തിലും എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. ഉമ്മ ഉപ്പ ആൻറ്റി മാമ മൂത്തമ്മ മൂത്താപ്പ അമ്മായി ആപ്പ എല്ലാവരും ഓടി വരി. പുറത്ത് കീരിയും പാമ്പും ഉള്ളിൽ ഈച്ചയും ചക്കരയും. വിശ്വാസം ഇല്ലെങ്കിൽ വേഗം വന്ന് നോക്കി ഓടി വരി. ഹൽവൽ കോയി അജു, അനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ പുല്ല്. വേഗം വരി, ഇല്ലെങ്കിൽ ഈ സീൻ നിങ്ങൾക്ക് മിസ്സാകും. പെട്ടെന്ന് വരി. വേറെ ആരുമല്ല നമ്മുടെ ഋഷു തന്നെ. അനക്കുള്ള പണി ഞാൻ തരാതെ വെച്ചാലേ. തെണ്ടി ദിലുവിനാണെങ്കിൽ നമ്മൾ കുറേ നേരം വിളിക്കാൻ നോക്കുന്നു. എവിടെ പെണ്ണ്? ഉമ്മ കുറച്ചുകൂടെ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും കിടക്കുക.
ഇപ്പം തന്നെ കാക്ക കൂട് തുറന്നു വിട്ട പോലെ നമ്മളെ ഉമ്മാസും ഉപ്പാസും പാഞ്ഞു വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം റിബു, ഇല്ല നിന്റെ അഭിമാനം ഈ വൃത്തികെട്ടന്മാരെ തകർക്കും. നമ്മളൊന്നും നോക്കിയില്ല, ഓളെ പൊക്കി ബാത്റൂമിൽ കൊണ്ടിട്ടു. എന്നിട്ട് ഷവർ ഓണാക്കി നമ്മൾ വേഗം ടീംസിൻ്റെ അടുത്തേക്ക് പോന്ന്. ഏത് കാലമാടനാണ് നമ്മൾ ഇതിൽ കൊണ്ടിട്ടേ പറയുടെ നാറികളെ. നമ്മളെ പെണ്ണ് വിത്ത് ഉറഞ്ഞതുള്ളൽ ദാ ഇവനാണ്. ഇവനോട് അപ്പളേ പറഞ്ഞ മാണ്ടാത്ത പണിക്ക് നിൽക്കണ്ട എന്ന്. ചെക്കൻ കേട്ടില്ല. നമ്മൾ നൈസായി എല്ലാം അജുവിൻ്റെ മേത്തേക്ക് തട്ടി. നമ്മളെ ടീംസിനോട് അജു കാണാതെ എൻ്റെ ഭാഗത്ത് നിൽക്കാൻ പറഞ്ഞ്. പാവങ്ങൾ നമ്മളെ പേടിച്ചിട്ട് ഓലൊക്കെ പറഞ്ഞ്. അതന്നെ, ഈ ചപ്ലാച്ചി മുടിയൻ അജു തന്നെയാണ് സത്യം. ജിയോ ശിവ ശിവ, എന്തൊക്കെ നമ്മൾ കേൾക്കുന്നേ. ഡാ റിബു, ഞാനല്ലല്ലോ ചെയ്ത്, ഇജല്ലേ കോപ്പ്. എന്ത് കണ്ടിട്ടടി ചെറ്റ്. ജിയോ ഈ ഓൻ്റെ ഭാഗത്ത് നിൽക്കുന്നേ പുല്ല്. അജു വിത്ത് കളിപ്പ്. എന്തിനാ മോനെ തടി ഉരുന്നേ, ഈ തന്നെ അല്ലേ ചെയ്ത്. എന്നിട്ടിപ്പോൾ റിബുവിൻ്റെ മേത്തേക്ക് ഇടുന്നു. ഉളുപ്പുണ്ടോടാ ഉളുപ്പ്. ഷാദി.